ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ നവംബറിൽ പ്രൂൺ ചെയ്ത് നിർത്തിയ അഡീനിയമാണ്. 2 മാസം കൊണ്ട് നിറയെ പൂക്കൾ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ പ്രൂൺ ചെയ്ത് വളങ്ങളിട്ട് കൊടുത്ത് നിർത്തിയതാണ്. ഇപ്പോൾ ഇതെല്ലാം പൂക്കൾ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാമാണ് അന്ന് ഞാൻ പ്രൂൺ ചെയ്തത്. ഇതുപോലെ പ്രൂൺ ചെയ്താൽ മാത്രമേ നിറച്ച് പൂക്കൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കമ്പെല്ലാം നീണ്ട് വളർന്ന് ഒരു ഭംഗിയില്ലാതെ നിൽക്കും. ഈ പൂക്കളെല്ലാം എൻ്റെ നാടൻ അഡീനിയമാണ്. ഇത് 2 എണ്ണത്തിൽ മാത്രം പൂക്കളൊന്നും വലുതായിട്ട് ഇല്ല. ഇത് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്താത്ത ഒരു അഡീനിയമാണ്. ഇതിൽ നിറച്ച് പൂക്കളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇതിൽ 3-4 കൊമ്പിൽ ഒന്ന് ബഡ് ചെയ്ത് 3-4 കളറ് ബഡ് ചെയ്ത് വെച്ചേക്കാണ്. ബാക്കിയുള്ള 2-3 കൊമ്പ് ഇങ്ങനെ നിൽപ്പുണ്ട്. അത് പൂക്കൾ കഴിഞ്ഞതിന് ശേഷം പ്രൂൺ ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഇതും ഞാൻ ഇതുപോലെ നേരത്തെ ബഡ് ചെയ്തതാണ്. അത് 2 കൊമ്പിൽ മാത്രമേ പിടിച്ചിട്ടുള്ളായിരുന്നു. ബാക്കിയുള്ളതിലും കൂടെ ഇപ്പോൾ ബഡ് ചെയ്ത് വെച്ച്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ അഡീനിയങ്ങൾ. ഇപ്പോൾ ഇത് ഒരു നല്ലൊരു കളറാണ്. ഇതൊരു മഞ്ഞയിൽ പിങ്ക് കളറുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അതൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. കുറച്ച് പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയി. ഇതെല്ലാം ഞാൻ നവംബറിൽ പ്രൂൺ ചെയ്തതാണ്. ഇതൊക്കെ ഞാൻ ബഡ് ചെയ്ത് വെച്ചതാണ്. ഇപ്പം ഇലയെല്ലാം കൊഴിഞ്ഞു പോയി ഒരേ പൂക്കൾ മാത്രമായിട്ട് നിൽക്കുന്നു. ഇതെല്ലാം ചെറിയ തൈകളാണ്. എൻ്റെ നാടൻ അഡീനിയത്തിൻ്റെ ചെറിയ 1 വർഷം കഴിഞ്ഞ തൈകളാണ്. നിറയെ പൂക്കളുണ്ട് എല്ലാത്തിനും. എല്ലാം നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഇന്ന് വന്നത്. ഇത് നല്ലൊരിത് വാടിപ്പോയി, മയിൽ കൊണ്ട് വാടി പൂക്കളെല്ലാം താഴോട്ട് നിറയെ പൂക്കളുണ്ടായിരുന്നു. എല്ലാം കൊഴിഞ്ഞു പോയി. ഇതിൻ്റെ പൂക്കളെല്ലാം 2-3 ദിവസമായി. ഇത് എൻ്റെ ഒരു അടീനിയം കേട് വന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് മൊത്തം ചെത്തിക്കളഞ്ഞ് ഇതുപോലെ ഒരു ആനയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്ത് അതിപ്പോൾ എന്താ പൂക്കൾ വന്ന് നിൽപ്പുണ്ട്. ഇത് വെള്ള നാടൻ അടീനിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.